എനിക്കത് കണ്ടു നിൽക്കാൻ പറ്റിയില്ല ഡോക്ടർ. ഐ കാൻറ്റ് സീ ഹിം ദാറ്റ് വേ. സൈക്കോളജിക്കലി നിങ്ങൾ അവനെ വീണ്ടും പഴയതുപോലെ ആക്കണം. യു നീഡ് ടു മേക്ക് ഹിം എ ഫൈറ്റർ. എത്ര ചെലവായാലും സാരമില്ല. ഒരു പക്ഷേ ഞാൻ അവന്റെ മുമ്പിൽ പോയി നിന്ന് എന്നെ കൊന്നുകളഞ്ഞ അവനൊരു സാധാരണ മനുഷ്യനാവുമെങ്കിൽ ഞാൻ അതിനും തയ്യാറാണ് ഡോക്ടർ. ഐ ആം റെഡി ടു ഡൈ ഫോർ മൈ സൺ. ആരും മരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അർച്ചന. ഡോണ്ട് വറി. നിങ്ങളൊരു കറക്റ്റ് പേഴ്സന്റെ അടുത്താണ് വന്നിരിക്കുന്നത്. എന്റെ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാൻ ഒരു പുതിയ മാർഗം കണ്ടുപിടിച്ചിട്ടുണ്ട്. എ റിയൽ ടൈം സൈക്കോളജിക്കൽ ഗെയിം. ഈ ട്രീറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യാൻ എനിക്കൊരു നല്ല ടീം വേണം. എ വെരി സ്ട്രോങ് ആൻഡ് ഇന്റലക്ച്വൽ ടീം. അവന്റെ ഓരോ മൂവ്മെന്റും ട്രാക്ക് ചെയ്യണം. അതുമാത്രമല്ല, ആ ടീമിനെ ലീഡ് ചെയ്യുന്നത് എന്റെ സ്റ്റുഡന്റ് താരയാണ്. ഈ ഗെയിമിന്റെ പ്രൈം പ്ലെയർ ഇവളാണ്. പിന്നെ നമ്മുടെ ഗൗതമിന്റെ ജീവിതത്തിൽ മോസ്റ്റ് ഹോപ്പ്ലെസ് സിറ്റുവേഷൻ ഉള്ളപ്പോ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. Yes. I'm so happy today. ഗൗതം വീണ്ടും നോർമൽ ആയിരിക്കുന്നു. എന്നോടുള്ള അവന്റെ ദേഷ്യം പോയിരിക്കും. താങ്ക് യു ഡോക്ടർ. Can I meet him now? ഇത് കൃത്യമായ സമയമല്ല. കൃത്യമായ സമയത്തിന് വേണ്ടി കാത്തിരിക്കാം. ഞാൻ പറയാം. But Trust me. I trust you. നിന്റെ അമ്മയെ കുറിച്ച് നിന്റെ അടുത്ത് പറയാൻ ഞാൻ ഒരുപാട് പ്രാവശ്യം ശ്രമിച്ചു. പക്ഷെ ഡോക്ടർ സമ്മതിച്ചില്ല. അയാൾ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തിനാന്നും അറിയില്ല. ബട്ട് ഇറ്റ്സ് എ ഹൈ ടൈം നൗ. എന്നെ ക്ഷമിക്കാൻ വേണ്ടി മാത്രമല്ല അമ്മ, അമ്മയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അമ്മ ഇപ്പൊ ഒരു ആപത്തിലാണത്. അമ്മ മീറ്റ് ചെയ്തത് ഒരു സൈക്കാട്രിസ്റ്റിനെ അല്ല, അയാള് ശരിക്കും ഒരു സൈക്കോ ആണ്. സൈക്കോ? ഞാനിങ്ങനെ സൈക്കോ ആകാനുള്ള കാരണം നീയാണടാ. നിന്റെ മകൻ കൊന്നത് വേറെ ആരെയല്ല, എന്റെ മകനെ. പക്ഷേ നിന്റെ മുത്തശ്ശൻ കുറ്റങ്ങളെല്ലാം തന്റെ തലയിൽ കെട്ടിവെച്ച് നിന്നെ രക്ഷപ്പെടുത്തി. അതുകൊണ്ടാ ജയിലിലേക്ക് പോയിട്ട് നിന്റെ മുത്തശ്ശനെ ഞാൻ തന്നെ അങ്ങ് കൊന്നത്. എന്റെ പക തീർന്നെന്ന് കരുതി, പക്ഷെ തീർന്നില്ല. ആ സമയത്താണ് നിന്റെ അമ്മ വന്ന എല്ലാ സത്യവും എന്നോട് പറഞ്ഞത്. എന്റെ മകനെ കൊന്നത് നീയാണെന്നുള്ള സത്യം. അപ്പൊ ഇട്ട മാസ്റ്റർ പ്ലാൻ ആടാ ഇതെല്ലാം. എ സൈക്കോളജിക്കൽ ഗെയിം. ആൻഡ് നിങ്ങളെ രണ്ടുപേരെയും മീറ്റ് ചെയ്യിപ്പിക്കുന്നതാണ് എന്റെ ടാസ്ക്. എന്തിനാണെന്നറിയാവോ? നീ ദേഷ്യത്തിൽ നിന്റെ അമ്മയെ കൊല്ലുകയാണെങ്കിൽ എനിക്കെന്ത് ലാഭം? പക്ഷേ ആ സമയത്ത് നിന്റെ അമ്മ നല്ലവളാണെന്ന് അറിഞ്ഞതിന് ശേഷം നീ കൊന്നാൽ ഞാൻ അനുഭവിക്കുന്ന ഈ വേദന മരണം വരെ നീയും അനുഭവിക്കൂടാ. നിന്റെ അമ്മ ചത്തു മേളി വെച്ച് അനുഭവിക്കും. അതാടാ എന്റെ ആഗ്രഹം.
ഇതാ ഞാൻ നിനക്ക് തരുന്ന പണിഷ്മെന്റ്. കണക്കെല്ലാം കറക്റ്റ് ആണല്ലേ? Shoot her. Hey! അവനെ ചാവുന്നത് പോലെ അടിക്കേ, പക്ഷെ കൊല്ലരുത്. സിദ്ധു, My training is worth it. One final in-game between you and me. What do you say? Are you game on? ഒരു അമ്മയെ കൊല്ലണമെന്ന് വിചാരിച്ചപ്പോ തന്നെ നീ ചത്തുപോയടാ. ചത്തുപോയനെ വീണ്ടും കൊല്ലുന്നതിൽ ഒരു അർത്ഥവുമില്ല. ബട്ട് താങ്ക് യു ഡോക്ടർ, വീണ്ടും എന്നെയും എന്റെ അമ്മയും ചേർത്തതിന്. സിദ്ധു.